എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ മാസം 29-ാം തീയതി, മാർച്ച് 29-ാം തീയതി ശനി രാശിമാറ്റം നടത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശനി ദോഷം വരുന്ന രാശിക്കാർ നിരവധി പേർ വിളിച്ചു ഭയങ്കര ആശങ്കയോടെ പലതും ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത്. 2025 മാർച്ച് 29-ാം തീയതി ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. ഈ ഗ്രഹചാരം മേടൻ രാശിക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയുടെ 12ലേക്കാണ് ശനി ഗ്രഹചാരം നടത്തുന്നത്. 12, ജന്മം, 2 എന്നീ രാശികളിൽ ശനി സഞ്ചരിക്കുമ്പോഴാണ് 7.5 ആണ്ട് ശനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 7.5 ശനിക്കാലം. 7.5 ശനിക്കാലത്തെ വളരെ ഭീതിയോടുകൂടിയാണ് പലരും കാണുന്നത്. ഇവരുടെ 12ാം ഭാവം എന്ന് പറയുന്നത്, ഏതൊരു രാശിക്കാരുടെയും 12ാം ഭാവം എന്ന് പറയുന്നത് വ്യയത്തിൻ്റെ സ്ഥാനമാണ്, വിദേശവാസത്തിൻ്റെ സ്ഥാനമാണ്, ദുഃഖത്തിൻ്റെയൊക്കെ സ്ഥാനം എന്ന് പൊതുവിൽ നമുക്ക് പറയാം. അപ്പം ഏത് ഭാവത്തിലാണത് വരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ അതിൻ്റെ ദോഷങ്ങൾ പ്രകടമാകേണ്ടത്. അത് പൊതുവായിട്ടുള്ളൊരു തത്വമാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മൾ ഈ മേടൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ചെലവ് വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. വിദേശവാസം അല്ലെങ്കിൽ എന്താണ്, ജന്മനാട് വിട്ട് വേറൊരു ദേശത്തേക്ക് പോകാൻ പറ്റിയ ഒരു സമയം എന്ന് നമുക്ക് പറയാം. കുറച്ച് മനക്ലേശങ്ങളൊക്കെ പൊതുവിൽ പറയാം. എന്നാൽ ഇതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ശനിദോഷത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. എന്തെന്നാൽ ശനി 12ൽ വരുന്നു, 7.5 ശനിയാണ്. വിളിക്കുന്ന പലരും പറയുന്നു, അയ്യോ 7.5 ശനിയാണ്, യൂട്യൂബിൽ കണ്ട് എല്ലാം തീർന്നു, എല്ലാ തരത്തിലും ദുരിത സമയമാണ് എന്നൊക്കെ പൊതുവെ പറഞ്ഞുകൊണ്ടാണ് പലരും വിളിക്കുന്നത്. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ശനിയെ നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ശനി മീനൻ രാശിയിലേക്കാണ് ഗ്രഹചാരം നടത്തുന്നത്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. ഇപ്പം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി കാര്യമായിട്ടുള്ള ദുരനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതുമല്ല എന്നുകൂടി അറിയുക. പിന്നെ നമ്മൾ ഈ ദോഷസമയം നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിലൊരു മുൻകരുതലോടെ മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊന്നും നമുക്ക് അബദ്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ കാര്യമായിട്ട് വരുത്തി വയ്ക്കുന്നതും അല്ല എന്നറിയുക. കാരണം ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളൊരു വണ്ടിയിൽ, ഒരു കാറിൽ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വഴി നമ്മൾക്കെല്ലാം പരിചിതമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ റോഡും ഇന്ന റോഡ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി യാത്ര ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മേടൻ രാശിക്കാർ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാടുകൾ ശ്രദ്ധിക്കുക, ധനം കടമെടുക്കുക, കടം കൊടുക്കുക എന്നിവയൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് നല്ലത്. കൂടാതെ പുതിയ സംരംഭങ്ങൾക്കൊന്നും, പണം മുടക്കിയുള്ള പുതിയ സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ സമയം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ആ കർമ്മമേഖലയിൽ വളരെയധികം ശ്രദ്ധിച്ചു ഒക്കെ മുന്നോട്ട് പോവുക. പിന്നെ ശനി ദോഷ പരിഹാരത്തിനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താവിൻ്റെ നടയിൽ എള്ളുതിരി തെളിച്ച് പ്രാർത്ഥിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയവയെല്ലാം ശനിദോഷത്തിന് പരിഹാരമായിട്ട് ശനിയാഴ്ചകൾ ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും, പിന്നെ കൂടാതെ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കണം. ഈ രാശിക്കാർ അവരുടെ
ഗ്രഹനിലയൊക്കെ പരിശോധിച്ച് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലങ്ങളും ഈ ദോഷത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദശാകാലം നല്ല ദശാകാലമൊക്കെയാണ്, അല്ലെങ്കിൽ അപഹാരകാലമൊക്കെ ആണെങ്കിലും ഈ ശനിയുടെ ദോഷം മേടൻ രാശിക്കാരെ എന്താണ്, 7.5 ശനിയുടെ തുടക്കമാണെന്നുണ്ടെങ്കിൽ അത് കാര്യമായിട്ട് ബാധിക്കാതെ പോകും എന്നുള്ളതും മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പൊ ശനിയെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ശനി നീതിമാനാണ്. നമ്മളുടെ മുൻകാല കർമ്മങ്ങളുടെ ഫലമായിരിക്കും 7.5 ശനി, കണ്ടക ശനിയിലൊക്കെ നമുക്ക് വന്ന് ഭവിക്കുന്നതെന്നും മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പൊ ശനിയെ മേടൻ രാശിക്കാർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റുകളും രേഖപ്പെടുത്താവുന്നതാണ്. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.